ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്. സാധാരണ ദിവസം ഇലക്ഷൻ റിസൾട്ട് ഒരു തീരുമാനമാകുന്നവരെ വേറെ എങ്ങോട്ടും പോകാറില്ല. ഏതായാലും രാവിലെ എണീറ്റ് വൈഫിനെ ജോലിക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രം ഒന്ന് ചെയ്തു വെച്ചു. നേരെ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഫുൾ ടൈം ടിവിയുടെ മുന്നിൽ. എന്തൊരു ഇലക്ഷൻ റിസൾട്ട് ആയിരുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരി എന്ന് എല്ലാവരെയും ഇന്നലെ വീണ്ടും ബോധിപ്പിച്ചു. പൊതുജനം വിചാരിച്ചാൽ പൊളിയാത്ത ഒരു കോട്ടയും ജനാധിപത്യത്തിൽ ഇല്ല എന്ന് എല്ലാവർക്കും ഇന്നലെ മനസ്സിലായി കാണും. ഏതായാലും UDFന്റെ വിജയം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ 10 വർഷമായിട്ട് കാത്തിരുന്ന ദിവസം. റിസൾട്ടിന് ഏകദേശം ഒരു തീരുമാനമായ ശേഷമാണ് വീട്ടിൽ നിന്ന് ഷോറൂമിലേക്ക് ഇറങ്ങിയത്. ഇന്ന് ചെറുവട്ടൂർ ഷോപ്പിലേക്കാണ് വന്നത്. ഉച്ച കഴിഞ്ഞ് ഒന്ന് രണ്ട് വീഡിയോസ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചെറുവട്ടൂരാണ് നമ്മുടെ മെയിൻ ഗോഡൌൺ വരുന്നത്. അതുകൊണ്ട് ഗോഡൌണിന്റെ ഫ്രണ്ടിൽ വെച്ച് നല്ല സൺലൈറ്റിൽ 6x4 ടൈൽസിന്റെ ലേറ്റസ്റ്റ് കളക്ഷന്റെ വീഡിയോസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു. ഈ കാണുന്ന 6x4 ടൈൽസിന്റെ കളക്ഷനാണ് ഇന്ന് വീഡിയോ എടുത്തത്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ പാം ടൈൽസ് പാർക്കിന്റെ ഒഫീഷ്യൽ പേജിൽ വന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കും. കറക്റ്റ് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴക്കാർ വന്നു. പിന്നെ ശക്തമായ കാറ്റും വീശി തുടങ്ങി. ഏതായാലും നമ്മുടെ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. അതല്ലെങ്കിൽ ഔട്ട്ഡോറിൽ പ്ലാൻ ചെയ്ത ഈ വീഡിയോ കൊള്ളാൻ. അതിനുശേഷം പീസ് വാലിയിൽ പോയി വൈഫിനെ ജോലിയിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നു. തിരിച്ച് വീടിന്റെ മുറ്റം എത്തിയപ്പോഴത്തേക്കും ആഘോഷങ്ങൾ വീടിന്റെ മുറ്റത്ത് തുടങ്ങിയിരുന്നു. ഞങ്ങളുടെ നാടായ ചെറുവട്ടൂരിലെ UDFന്റെ ആഘോഷങ്ങൾ തുടങ്ങുന്നത് ഈ ജംഗ്ഷനിൽ നിന്നാണ്. അങ്ങനെ പതിയെ പതിയെ ആള് കൂടി തുടങ്ങി. പിന്നെ സെലിബ്രേഷനുള്ള വണ്ടികൾ വന്നു, ലൈറ്റ്സ് വന്നു, പാർട്ടി പോപ്പറുകൾ വന്നു. അങ്ങനെ മൊത്തം ഒരു സെലിബ്രേഷൻ മൂടായി. ഇന്നത്തെ ദിവസം UDF പ്രവർത്തകർക്ക് ആഘോഷിക്കാനുള്ളതാണ്. പിന്നെ മറ്റാരും 100+ എന്ന നമ്പർ പറയാത്തപ്പോൾ അത് സധൈര്യം പറഞ്ഞ് ഒരു വിഷനോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് നയിച്ച നേതാവിനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.